ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മൾ ഉത്തരവാദിയല്ല എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ കേരളത്തിൽ നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്നു, കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നു, കുടുംബസമേതം. അടുത്ത കൂട്ടുകാരെയും വിളിച്ച് ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ മുന്നിലുള്ള സംസ്ഥാനം സിക്കിം മാത്രം. പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു. പലരും വർദ്ധിച്ച ടെൻഷൻ, മാനസിക സമ്മർദ്ദം അനുഭവിക്കും. നമുക്ക് റോഡിലേക്കേണ്ട ഇറങ്ങി നിന്നാൽ കാണാൻ സാധിക്കും, ആൾക്കാരെല്ലാം കുതിച്ചു പോവുകയാണ് പിടിച്ചടക്കാൻ വേണ്ടി. അവർ മരിക്കുന്നതിന് മുന്നിൽ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കണം. അത് മാത്രമല്ല, ഇയാളൊരു സംഭവമാണ്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് കണ്ട് എല്ലാവരെ കൊണ്ട് പ്രശംസ പിടിച്ചു പറ്റുക, അംഗീകാരം പിടിച്ചു പറ്റുക, സ്വത്ത് വാരി കൂട്ടുക. ഇതെല്ലാം ചെയ്തു കഴിയും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചാലും അതിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, മാനം ഉണ്ടാവും, അവമാനം ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും, പലതും ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ 100% പ്രവർത്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പരാജയമായിരിക്കും, ചിലപ്പോൾ വൻ വിജയമായിരിക്കും. ഇതിനെല്ലാം കാരണം ഈശ്വരൻ. കർമ്മഫലദാതാവ് ഈശ്വരൻ. നമ്മുടെ കഴിവുകൊണ്ട് മാത്രമാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടറേറ്റുള്ളവരും പ്രൊഫസർമാരും ഒക്കെ ശാസ്ത്ര കോടീശ്വരന്മാരായിട്ട് ഇവിടെ ലോകത്ത് നിയന്ത്രിക്കുന്നു. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, അവരെല്ലാം ഇന്ന് പല പല ജോലികളിൽ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നതാണ്. ഇല്ലേ, വലിയ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ പിന്നെ ആമാശയപൂരണത്തിനായിട്ട് മുട്ടുകാലത്ത് വളഞ്ഞു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അധികാര സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ബൈഹാറ്റ് പഠിച്ചിട്ട് വിവിധ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത ആൾക്കാർ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ മുന്നിൽ മുട്ടുകാല് വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് അധികാര സ്ഥാനത്തിന്. നിങ്ങൾ പേപ്പർ നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിൽ ഇങ്ങനെ വളർന്ന് വരുന്ന ആത്മഹത്യ നിരക്ക്, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, വലിയൊരു ആത്മഹത്യ ചെയ്യുന്നു, കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നു. ഇത്രയും 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനം, പല രംഗത്തും മുന്നിട്ടുള്ള സംസ്ഥാനം, ഈ ആത്മഹത്യ നിരക്കിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു. നമ്മുടെ മുന്നിലുള്ള സിക്കിം സംസ്ഥാനം മാത്രമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അത് നമ്മുടെ കണക്കാക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതാണ് കാരണം. എല്ലാ ഭാരം തലയിലെടുത്ത് വയ്ക്കുക. നമ്മുടെ ജീവിതം ഈ കുമിളുകൾ പോലെ നൈമിഷികമാണ്. കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മളിവിടെ പെർമനന്റ് അല്ല. ഇതൊക്കെ നാട്ടിൻ പുറത്ത് കേൾക്കുന്ന ചൊല്ലാണ്, നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഏകദേശം ഒരു 10-25,500 ദിവസങ്ങൾ നമ്മൾ ഭൂമിയിലുള്ളൂ. അതിൽ 12,707 ദിവസവും രാത്രിയായി കിടക്കും. അതിൽ തന്നെ കുറെ ഭാഗം വൃദ്ധനായി കഴിയുന്നുണ്ട്, ബാല്യം കഴിയുന്നുണ്ട്, ഒന്നും അറിയുന്നില്ല. കുട്ടികളായിരിക്കുമ്പോൾ കളിക്കണം കളിക്കണം വേണ്ടി നടക്കും. കുറച്ചു കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങും, സ്കൂളിൽ പോകാൻ മനസ്സൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലുതായി കോളേജിലൊക്കെ എത്തി കഴിഞ്ഞ് തുടങ്ങും പ്രേമം, ഒരു മുടിഞ്ഞ പ്രേമം.
പിന്നെ അവനെ കിട്ടിയാൽ എൻ്റെ ജീവിതം സ്വർഗവും, അല്ലെങ്കിൽ അവളെ കിട്ടിയാൽ എൻ്റെ ജീവിതം സ്വർഗവും. അങ്ങനെ മൂഢമായിട്ട് കുറെ സങ്കല്പങ്ങൾ. അത് കഴിഞ്ഞ് കുറച്ച് ചെറുപ്പമായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ മുഴുവൻ ഫൈറ്റ് ആയിരിക്കും. പിന്നെ താനൊരു വലിയ സംഭവമാണെന്ന് തെളിയിക്കാനുള്ള ശ്രമം. ഈ നിസ്സാരമായ പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, അംഗീകാരത്തിന് വേണ്ടിയിട്ട് മറ്റേ ഇത് എന്ത് കാണിച്ച് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ നോക്കും, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ അഴിമതിക്കെതിരെ പോരാടുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രത്തിന്റെ ആളാണ്, അല്ലെങ്കിൽ ഞാനിതാ മറ്റേ മോട്ടിവേഷണൽ സ്പീക്കർ, അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാനിതാ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവ്, അഴിമതി വിരുദ്ധ, അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ എത്തിയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കുമിള പോലുള്ള പ്രശസ്തിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ. ഇല്ലേ? അത് കഴിഞ്ഞാൽ ഒരു 10-50 വയസ്സാകുമ്പോഴേക്കും അയാൾക്കൊരു വയറ് നോക്കി കഴിഞ്ഞാൽ വല്ല ഗർഭമായെന്ന് തോന്നും. വയറങ്ങനെ വലുതായി നോക്കിണ്ടാവും. വയറ് നോക്കി നമുക്ക് വയസ്സ് പറയാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ പോയി, മുട്ടും കാലൊക്കെ നടക്കാൻ പറ്റാണ്ടായി, വടികുത്തി നടക്കും, കണ്ണിന്റെ കാഴ്ച പോവും, കാത് കേൾക്കാണ്ടാവും, നാക്കിന് രുചി അറിയാതാവും, മറക്കും, അൽഷിമേഴ്സ്, എല്ലാം മറക്കും. ഭാര്യയ്ക്ക് ഭർത്താവിനെ മറക്കും, ഭർത്താവിനെ ഭാര്യയെ മറക്കും, കുട്ടികളെ മറക്കും, ഇത്ര രൂപ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് അത് മറക്കും, എല്ലാം മറക്കും. വയസ്സായി കഴിഞ്ഞാൽ മറ്റുള്ളവരും നമ്മളെ മറക്കും. നമ്മൾ ഇങ്ങനെ ഒരു വിദ്വാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ ആർക്കും അറിയില്ല. എന്തേ അഭിപ്രായം പറയാം, ഹാ 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 പുച്ഛത്തോടെ പരിഹാസത്തോടുന്നു, കിഴവ മുണ്ടാണ്ടിരുന്നോ, കഴി മുണ്ടാണ്ടിരുന്നോ എന്ന് പറയും. അത് കഞ്ഞി തരില്ല അവർ കിഴവിന് കഴിയും. അത് കഴിഞ്ഞ് ഇവിടെ ടാറ്റ പറയും. നിസ്സാര ദിവസങ്ങൾ അവിടെയുള്ളൂ. അപ്പോഴേക്കും ഇടയിൽ ചില ആൾക്കാർ ഇങ്ങനെ ഫൂളിഷ്നെസ് ചിന്തയിലെത്തി, എനിക്ക് മാത്രം എന്താ അങ്ങനെ, അവരെന്താ എന്നെ ചായച്ചിട്ട് പോയി, അല്ലെ അവളെന്താ എന്നെ ചായച്ചു പോയി. പിന്നെ എനിക്ക് ഒരുപാട് നഷ്ടം വന്നു, ഞാൻ കാരണം അത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊന്നും നഷ്ടം വന്നിട്ടില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി 460 കോടി വർഷം പഴക്കമുള്ളതാണ്. നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ സ്വർണ്ണാഭരണത്തിന്റെ അത് 460 കോടി വർഷം പഴക്കമുള്ളതാണ്. ഇതിന്റെ താൽക്കാലിക സൂക്ഷിപ്പുകാരെ മാത്രമേ മാറിയിട്ടുള്ളൂ. അതൊരു ഇല്യൂഷനാണ്, അത് പരിഹരിക്കാൻ സാധിക്കില്ല ആ ഇല്യൂഷൻ. ഞാൻ ഓണറാണെന്നുള്ള ഒരു ഇല്യൂഷൻ, മണ്ടത്തരം, മടയത്തരം. അതേപോലെ സുഖത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. 99% സങ്കല്പമുണ്ട്, 1% ഫാക്ട്. അവരെ കല്യാണം കഴിച്ചാൽ നല്ല സുഖമാവും. 99% സങ്കല്പം, 1% ഫാക്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പല ലാഭം നഷ്ടം മാന അപമാനം ഇതെല്ലാം സ്വന്തം ഞാനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ട് എടുത്ത് ജീവിതം പമ്പര വിട്ടിത്തരമാണിത്. അവർക്ക് വീട്ടിൽ പുനർജനിക്കേണ്ടി വരും, അവരുടെ കർമ്മഫലം അനുഭവിക്കുന്ന വീട്ടിൽ. അവർ രക്ഷപ്പെട്ടെന്ന് പോകുന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് അതല്ല. നമ്മളുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യത്തിന് നമ്മൾ ഉത്തരവാദിയല്ല എന്നുള്ള കാര്യത്തിൽ അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദയ ചാർജിത തിഷ്ഠതി ബ്രാഹ്മണിൽ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ. ഈശ്വര സർവഭൂതാനം, അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ ഇരുന്നുകൊണ്ട്, ഈശ്വരൻ ഇരുന്നുകൊണ്ട് ബ്രാഹ്മണൻ സർവഭൂതാനി, എല്ലാ ജീവികളെയും വട്ടം കിടക്കുന്നു. എങ്ങനെ ഒരു യന്ത്ര ഊഞ്ഞാലിക്ക് ഇരിക്കുന്ന പാവയെ പോലെ എല്ലാ ജീവികളെയും ഞാൻ വട്ടം കിടക്കുന്നു. അതിവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ്, എല്ലാ ജീവികളുടെയും പ്രവർത്തിക്കും എല്ലാത്തിനും കാരണം ഞാനാണെന്നുള്ളതാണ്. ഭഗവാനാണ് അതിന് കാരണം.
എല്ലാ ജീവികളായിട്ട് വട്ടം കറക്കുന്നത് ഭഗവാൻ. നമുക്കതിൽ യാതൊരു പങ്കുമില്ല. നമ്മൾ ഇന്നാളുടെ മക്കളായി ജനിച്ചത്, നമ്മളെ പഠനം ഇന്ന സ്കൂളിലായത്, ഇന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആർജിച്ചത്, അല്ലെങ്കിൽ ഇന്ന ജോലികളെല്ലാം ചെയ്തത്, എല്ലാം ഈശ്വരന്റെ കൈകളാണ് പ്രവർത്തിക്കുന്നത്. ഈശ്വരനാണ് എല്ലാം നിശ്ചയിക്കുന്നത്. നമുക്ക് ചുറ്റും നിരീക്ഷ കാണാൻ സാധിക്കും. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കോടീശ്വരന്മാരായി വരത്തുണ്ടാവും. സകല ക്വാളിഫിക്കേഷൻസായുള്ള ഒരു അമ്മമായിട്ട് നടക്കട്ടെ. എല്ലാം ഈശ്വരൻ നിശ്ചയം. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവത് നിശ്ചയം എന്ന് വെച്ചാൽ നമ്മളിവിടെയുള്ളത് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. ആ നിമിഷം സന്തോഷപ്രദമായി ജീവിക്കുക. നമ്മൾ ഈ ചാനലിലെ പല പല വിഷയങ്ങളെ കുറിച്ചിട്ട്, ഈ ജീവിതകാലം ഇറക്കുന്നതിനെ കുറിച്ചിട്ട് നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുക, വളരെ സഹായമാവും. അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ എല്ലാ വിഷയവും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ മാത്രം, ഇത് ഇറക്കി വെക്കാനുള്ള ഒരു വിഷയത്തെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെ വളരെ ലളിതമായിട്ട് തന്നെയാണ്, വളരെ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഈ ചാനലിലൂടെ തന്നെ 10-20ഓളം പേര് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. അവസാനമായി പറയാനുള്ളത്, ഈ കുമിളകളുള്ള ജീവിതം ഇത് പൊട്ടുന്നതിന് മുന്നേ നിമിഷം മാത്രമേ പൊട്ടിപ്പോകും. സന്തോഷത്തോടെ ജീവിക്കുക. നമ്മളെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹം വാരിക്കോരി നൽകുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.